പ്ലം കേക്ക് ഉണ്ടാക്കാനായിട്ട് ആദ്യം വേണ്ടുന്നത് പഞ്ചസാര ക്യാരമലാക്കുകയാണ്. ഇതിനു വേണ്ടിയിട്ട് ഒരു 3/4 കപ്പ് പഞ്ചസാര എടുത്ത് സ്റ്റൗവിൽ വെച്ചിട്ട് നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം. പഞ്ചസാര അലിഞ്ഞു തുടങ്ങുമ്പോൾ നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം, ഇല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും. ഇപ്പം നമ്മുടെ പഞ്ചസാര അലിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് ചൂടുവെള്ളം കൂടെ ഒഴിക്കാം. ഈ സിറപ്പിൻ്റെ കുറച്ച് ഭാഗം ഡ്രൈ ഫ്രൂട്ട്സ് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒഴിച്ചെടുക്കാം. എന്നിട്ട് ആ ചൂടോടുകൂടി തന്നെ നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് മിക്സ് ചെയ്തെടുക്കണം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് ഈന്തപ്പഴവും മുന്തിരിങ്ങയും ടൂട്ടി ഫ്രൂട്ടിയുമാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ഡ്രൈ ഫ്രൂട്ട്സ് നിങ്ങൾക്ക് എടുക്കാം. ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഈ ക്യാരമൽ സിറപ്പിലിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഡ്രൈ ഫ്രൂട്ട്സിലേക്ക് ഓറഞ്ചിൻ്റെ തൊലി ചിരണ്ടി വെച്ചേക്കുന്നതും കൂടെ നമുക്ക് 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കുറച്ച് ഉപ്പും കൂടെ ചേർത്തുകൊണ്ട് ഒന്ന് അരിച്ചു കൊടുക്കാം. 2-3 വട്ടം അരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ലതായിട്ട് മിക്സായി കിട്ടും. ഈ എടുത്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മൈദ കൂടി ചേർത്ത് കൊടുക്കാം. ഈ മൈദ ചേർത്ത് ഇളക്കുമ്പം ഈ ഡ്രൈ ഫ്രൂട്ട്സ് കേക്ക് മിക്സ് ചെയ്യുമ്പം അത് താഴെ അടിഞ്ഞു പോകത്തില്ല. ഇനി പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കാം. അതിലേക്ക് ഗ്രാമ്പും കറുവപ്പട്ടയും ഏലക്കായും ഇച്ചിരി ജാതിക്കായും ഞാൻ ചേർത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ അതിൻ്റെ പൊടി ഉണ്ടെങ്കിൽ ഫ്ലോർ സേവ് ചെയ്യുമ്പോൾ അതിനകത്ത് ഇട്ടാൽ മതി. ഞാൻ ഈ കേക്കിലേക്ക് 3 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഈ 3 മുട്ടയൊന്ന് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. എന്നിട്ട് 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കാം. എഗ്ഗ് ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പം കുറേശ്ശെയായിട്ട് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. ഈ മിക്സ് ഒന്ന് തിക്കായിട്ട് വരുമ്പം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ക്യാരമൽ സിറപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ എഗ്ഗ് നന്നായിട്ട് ബീറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ഓയിൽ കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചേർത്തിരിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്യല്ലേ. അതിന് പകരം വേണമെങ്കിൽ 1/2 കപ്പിന് പകരം 1/4 കപ്പ് ബട്ടറും അതുപോലെ 1/4 കപ്പ് ഓയിലും ഇല്ലെങ്കിൽ 1/2 കപ്പ് ബട്ടർ അങ്ങനെയൊക്കെ വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഓയിൽ ആഡ് ചെയ്തിട്ട് ഒത്തിരി നേരം ബീറ്റ് ചെയ്യല്ലേ. ഇനി കുറേശ്ശെ ഫ്ലോർ ഇട്ടിട്ട് കുറേശ്ശെയായിട്ട് ഇട്ടിട്ട് പതുക്കെ മിക്സ് ചെയ്തെടുക്കാം. കുത്തി ഇളക്കൊന്നും ചെയ്യല്ല, ജെൻ്റലായിട്ട് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡാണ് നല്ലത്.
നല്ലതായിട്ട് ഇളക്കി കൊടുത്താൽ നല്ല സോഫ്റ്റായിട്ടുള്ള കേക്ക് കിട്ടും. ഇനി എടുത്തു വച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് കൂടി ഇതിലേക്ക് ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ബാക്കിയുള്ള ഫ്ലോർ കൂടി ഇട്ട് മൊത്തം മിക്സ് കംപ്ലീറ്റ് ആക്കാം. ഇവിടെ ഞാൻ 7 ഇഞ്ചിൻ്റെ മോൾഡാണ് എടുത്തിരിക്കുന്നത്. അടിയിലൊരു ബട്ടർ പേപ്പർ ഇട്ട് കൊടുക്കാം, ഇല്ലെങ്കിൽ അടിക്ക് പിടിക്കാൻ സാധ്യതയുണ്ട്. കരിഞ്ഞൊക്കെ അടിക്ക് പിടിച്ച് ഇളക്കിയെടുക്കാൻ പാടായിരിക്കും. സൈഡിലും വേണമെങ്കിൽ ബട്ടർ പേപ്പർ ഇട്ട് കൊടുക്കാം. നമ്മുടെ ബാറ്ററിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാമേ. മുകളിൽ അണ്ടിപ്പരിപ്പും കിസ്മിസും വെച്ചുകൊണ്ട് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഈ കുക്കറിൽ വെച്ചാണ് ബേക്ക് ചെയ്യാറുള്ളത്. നമ്മുടെ പ്ലം കേക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവർക്കും വീട്ടിൽ ഈസി ആയിട്ട് ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ്. എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായമൊക്കെ കമൻസായിട്ട് അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം.